ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 നോട്ടിഫിക്കേഷനാണ്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒന്നാമത്തെ നമ്മുടെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ തിരുവനന്തപുരമാണ്. അപ്പോൾ ഇതിലേക്ക് MTS എന്ന് പറയുന്ന പോസ്റ്റിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. 2 പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സാലറി, മട്ടണി അലവൻസും കാര്യങ്ങളൊക്കെ പോസ്റ്റാണ്. രണ്ടാമത് നമുക്ക് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMDയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് ടെമ്പററി ആയിട്ട് കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്. ഇനി അടുത്ത് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം, കുടുംബശ്രീ കേരള ചിക്കൻ എന്ന് പറയുന്ന ഇതിലേക്കാണ്. കുടുംബശ്രീയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്ങനെയാണ് ഇതിലേക്കുള്ള അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ റീസെൻ്റായി ചെയ്ത വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ഒന്നും മിസ്സാതിരിക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. പിന്നെ അതിന് മുൻപ് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതോടെ കേരള ജോബ്സ് ഇതിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഒരു പുതിയ ഇതാണ് വാട്സപ്പ് ജോബ് അലേർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തരം നിങ്ങളുടെ കാറ്റഗറി വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്ന രീതിയാണ്. താല്പര്യം നിങ്ങൾക്ക് ഇതിലൂടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാണ്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, അതിൻ്റെ അയച്ചു തന്നാൽ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. താല്പര്യം ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് തരും കേട്ടോ ലിങ്ക്. അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്പോൾ ഈ പേജിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നാമത് നോക്കാം. CSIRൻ്റെത് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 16/5/2026 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/5, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15 വരെ സമയമുണ്ട്. ഓക്കെ, ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 2 വേക്കൻസിയാണ് കേട്ടോ. MTSൻ്റെ 2 വേക്കൻസി മാത്രമാണുള്ളത്. ഇപ്പോൾ 2 വേക്കൻസി മാത്രമേ ഉള്ളൂ വിചാരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞ് അത് അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും 2 വേക്കൻസി ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് മടിച്ചൊക്കെ നിൽക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഒരു വേക്കൻസി ഈ ജനറൽ വേക്കൻസി ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു വേക്കൻസി OBCക്ക് റിസർവ്ഡ് വേക്കൻസിയാണ്. പേ ലെവൽ 1 അപ്രോക്സിമേറ്റ് നമുക്ക് 33,840 ഇത് അപ്രോക്സിമേറ്റ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 15/6/2026 കണക്കാക്കി. ഇവിടെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 10ാം ക്ലാസ് മതി കേട്ടോ. 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഇനി +2 ഉണ്ടെങ്കിൽ നല്ലതാണ്, നിർബന്ധമില്ല, മാൻഡറ്ററി അല്ലാതെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഇട്ടാണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്രം മതി. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, വേറെ യാതൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇനി +2 ഉണ്ടെങ്കിൽ നിങ്ങൾ അതും ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊടുത്തോളൂ, നല്ലതാണ്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് ആണ്, അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം യോഗ്യത എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടി, അതാണിത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ബെനിഫിറ്റ്സ് നമുക്കിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാലറിക്ക് പുറമെ ഒട്ടനവധി DHR തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളും, പിന്നെ അക്കോമഡേഷന്, ഇനി അക്കോമഡേഷനിൽ നമുക്ക് HRA കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ പെൻഷന്, അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ ആണ്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആദ്യം നടക്കുക ട്രേഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ട്രേഡ് ടെസ്റ്റ് എന്തൊക്കെ ജസ്റ്റ് അത് പ്രാക്ടിക്കൽ നോളജ്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഓക്കെ, ഇതിൻ്റെ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരുന്നുള്ള ഇത് ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്താൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുക കേട്ടോ. ഇത് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ളതാണ് ട്രേഡ് ടെസ്റ്റിൽ ചോദിക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ട്രേഡ് ടെസ്റ്റിന് പോയാൽ മതി. ഓക്കെ, പിന്നെ അത് ട്രേഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ട്രേഡ് ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ റിട്ടൺ ടെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം നടക്കുന്നത് ട്രേഡ് ടെസ്റ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു പേപ്പറാണ്. നിങ്ങൾക്ക് അതിൽ ഈ പറയുന്ന തിരുവനന്തപുരം വെച്ചായിരിക്കും ട്രേഡ് ടെസ്റ്റ് ആണെങ്കിലും റിട്ടൺ ടെസ്റ്റ് ആണെങ്കിലും ഒക്കെ നടക്കുക. റിട്ടൺ ടെസ്റ്റിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം, പിന്നെ 150 ക്വസ്റ്റ്യൻ ആയിരിക്കും 2 മണിക്കൂർ. അതിൽ ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതൊക്കെയാണ് വരിക. ഒന്ന് ശരിയായാലും 3 മാർക്ക്, തെറ്റായാലും 1 മാർക്ക് നെഗറ്റീവായിട്ടൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുന്നത് റിട്ടൺ ടെസ്റ്റിലൂടെയാണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപ. എന്നാൽ SC ST PWBD എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ PDF ആക്കി അപ്ലോഡ് ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ റെഡിയാക്കി വെക്കണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിനാക്കി വെക്കാം. ഇനി SBI നമ്മൾ ഫീ അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ SBI കളക്ടറിൻ്റെ ഈ റെസിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം.
പിന്നെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി ഇതൊക്കെ നമ്മൾ JPG ഫോർമാറ്റിലാണ്, സിഗ്നേച്ചറും JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ് ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ്, ഇതിൽ ID കാർഡ്, പിന്നെ മാർക്ക് ഷീറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പ്രൊവിഷണൽ വെക്കാം, ഇനി ഒറിജിനൽ ഉണ്ട് അത് വെക്കാം. പിന്നെ SC OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സൊക്കെയാണ് റിസർവേഷൻ കിട്ടാൻ. പിന്നെ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ OBCൻ്റെ ഒക്കെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും ഫോം എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഉൾപ്പെടുത്തുന്നത്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇപ്പം ഈ CSIRൻ്റെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ടാകും. നിങ്ങൾ ഇത് മാത്രമാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ അവസാന ഭാഗത്ത് സീക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇനി ഇവിടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് CMDയുടെ നോട്ടിഫിക്കേഷൻ. 15 മെയ് 15 കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കോൺട്രാക്ട് ബേസിലാണ് 1 ഇയറിലേക്കാണ് ഇനിഷ്യലി വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപേക്ഷ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 16/5 മുതൽ 16/5/2026 മുതൽ 23/5/2026 അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് 40 വേക്കൻസി ഉണ്ടെന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, അതായത് ഡിപ്ലോമയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഇന്ന ഡിസിപ്ലിനോ ഇന്ന സബ്ജക്റ്റിനൊന്നും യാതൊരു പ്രശ്നമില്ല, എനി ഡിസിപ്ലിനാണ്. ജസ്റ്റ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അത് ഏത് ബ്രാഞ്ചോ ഏത് ഡിസിപ്ലിനോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി BTech കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ BTech കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഒരു 6 month എക്സ്പീരിയൻസ് ആണ് മിനിമം വേണ്ടത് എന്നുള്ളതാണ്. മിനിമം ഒരു 6 month എക്സ്പീരിയൻസ് കസ്റ്റമർ കെയർ സർവീസിലോ അല്ലെങ്കിൽ കോൾ സെൻറ്ററിലോ ഉള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ. 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 1/5/2026 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് വർക്ക്. 8 മണിക്കൂറായിരിക്കും ഒരു ഷിഫ്റ്റ്. അതിന് ആ സമയത്ത് നിങ്ങൾക്ക് 1010 രൂപയാണ് റെമ്യൂണറേഷനായിട്ട് ലഭിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് 200 KB കൂടാൻ പാടില്ല, സിഗ്നേച്ചർ 50 KB കൂടാൻ പാടില്ല, ഒക്കെ അപ്ലോഡ് ചെയ്യണം, സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ തിരുവനന്തപുരം താമസിക്കുന്നവരെയാണ് ഇതിലേക്ക് പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവർ നമുക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള തിരുവനന്തപുരം താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് വില്ലിങ് അല്ലെങ്കിൽ അവരുടെ അഭാവത്തിലൊക്കെ മേ ബി നമ്മളെയും പരിഗണിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതല്ലാത്ത മറ്റു ഡിസ്ട്രിക്റ്റിലുള്ളവരും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുക, അവരുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിലേക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും ഫോം എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇതിനടുത്ത മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇത് നമ്മുടെ കുടുംബശ്രീയുടെ വേക്കൻസി നമ്മൾ പറഞ്ഞു. ഡ്രൈവർ കം സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തിലേക്കാണ്. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. അത് വേരി ചെയ്യാം, അത് വേണമെങ്കിൽ കൂടാൻ കുറയാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിവർ ഇൻ കേരള, ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം. ക്വാളിഫിക്കേഷൻ വരുമ്പോൾ +2 അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. LMV വിത്ത് ബാഡ്ജാണ്. ലൈസൻസ്, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിത്ത് ബാഡ്ജും വേണം. പിന്നെ മലയാളം ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് റീഡിങ്ങും റൈറ്റിംഗും ഒക്കെ ഉള്ള സ്കില്ല് അത് അറിയണം എന്നുള്ളതാണ്, സംസാരിക്കാനും എഴുതാനൊക്കെ. പിന്നെ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിങ്ങിലോ അതല്ലെങ്കിൽ സെയിൽസിലൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനി ഫുഡ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ഇതിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കിട്ടാൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ മാതിരി സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂ ഉണ്ടാകുന്ന സമയത്തൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് സ്കില്ല് ആവശ്യമുള്ളത്. പിന്നെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 21.70 പെർ മന്ത് നമുക്ക് ലഭിക്കുക. പിന്നെ സെയിൽസിൽ നമ്മൾ നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 21 മിനിമം ഏജ്, മാക്സിമം 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഇനീഷ്യലി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ നോക്കും. അപേക്ഷയിൽ എലിജിബിൾ ആയ ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ സോർട്ട് ചെയ്യും. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഡ്രൈവിംഗ് എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക, വെഹിക്കിൾ ഹാൻഡ്ലിങ്ങും അതുപോലെ റോഡ് സേഫ്റ്റി അവയർനെസ്സോ അതൊക്കെ ഉള്ള ആണ് എന്നുള്ളതൊക്കെ നോക്കുക അവർ. പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ. ഓക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു അപേക്ഷാ ഫോം ഉണ്ട്. അതിന് കൂടെ നിങ്ങളുടെ ബയോഡാറ്റയും അതുപോലെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പിയും വെച്ചിട്ട് നിങ്ങൾ ഈ അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് ഫുൾ അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് കാണാം, ബോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ അഡ്രസ്സ് കൂടെ കാണാം. ഈ അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി 28/5/2026. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അപേക്ഷാ ഫോം ഓരോന്നിൻ്റെയും നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്നൊരു ലിങ്ക് വരും. അതിൽ നിങ്ങൾ കേരള ജോബ്സ് 2026 ഈ പേജിലേക്ക് വരിക. സോഷ്യൽ മീഡിയ ഐക്കൺ ഉണ്ട്, ഇതിൽ ഫോളോ ചെയ്യാം.
ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു വാട്സപ്പിൻ്റെ ഒരു ജോബ് അലേർട്ടാണ്. താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോബ് പേഴ്സണലായിട്ട് മെസ്സേജ് വരും. ലാസ്റ്റ് ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ മറ്റ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചിട്ട്. ഇനി ഇവിടെ താഴോട്ട് നിങ്ങൾ വീണ്ടും നോക്കുക, അതൊരു ടേബിളാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നെങ്കിൽ CMDയുടെ വേക്കൻസി, CMDയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ഫോം ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പേര്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ബേസിക് ആണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇതൊക്കെ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നിടത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഈ ബ്ലൂ കളർ കാണുന്നിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഫോട്ടോ ബ്ലൂ കളറിൽ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ സിഗ്നേച്ചർ അതുപോലെ ബ്ലൂ കളറിൽ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. ഫീയോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തത് നിങ്ങൾക്ക് ഈ പറയുന്ന CSER NIST ആണ്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സൈഡിൽ. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് CSER നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗമാണ് വരിക. ഇവിടെ നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ID ഇവിടെ കൊടുത്തിട്ട് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് രജിസ്റ്റർ എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഭാഗം ഇവിടെയാണ്. ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത്, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ എന്ന് കൊടുക്കാം. ഇനി ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ID അല്ലെങ്കിൽ യൂസർ നെയിമും കൊടുത്ത് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് പോയാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് സഹിതം അറിയിക്കാം. ഇനി അതല്ലെങ്കിൽ കമൻ്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തത് കുടുംബശ്രീൻ്റെതാണ്. ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഓപ്പൺ ആയി വരിക. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. പേജ് നമ്പർ ഒരു 4 മുതൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കാം. 4, പേജ് നമ്പർ 4, പേജ് നമ്പർ 5, പേജ് നമ്പർ 6, ഈ 3 പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടാവും, ടോട്ടൽ പ്രിൻ്റ് എടുക്കണ്ടാവും. ഓക്കെ, പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഈ അപേക്ഷ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞ കുടുംബശ്രീയുടെ ആ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ബയോഡാറ്റയും അതുപോലെ തന്നെ എന്ത് വേണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ ലൈസൻസ് കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോ കോപ്പി എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി അതിൻ്റെ കൂടെ വെച്ചിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.